ഹലോ, അങ്ങനെ നമുക്കിന്നൊരു പാവയ്ക്ക തീയലിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് വെക്കുന്നൊരു സംഭവം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ ആദ്യം പാനൊക്കെ ചൂടായി വന്നപ്പോഴത്തേക്കിനും കുറച്ച് തേങ്ങ ചിരകിയത് ഒന്ന് വറുത്തെടുക്കാനെ കൊണ്ട് വെക്കുക കേട്ടോ. അങ്ങനെ കുറച്ചധികം നേരം ഇങ്ങനെ വെച്ചു, ചെറിയ ഫ്ലെയിമിലാട്ടോ ഇങ്ങനെ വറുത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വറുത്തെടുത്തുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞാനിവിടെ അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്നുണ്ടായൊരു തീരുമാനമാണ്. പഴുത്ത പാവയ്ക്ക ഇരിക്കുന്നുണ്ട്, അപ്പോൾ അത് തീയൽ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തീയൽ വെക്കാനെ കൊണ്ട് പോവാം. അങ്ങനെ ഇത് കുറേ നേരം ഇത് ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ് കേട്ടോ. കാരണം ഇതിങ്ങനെ വറുത്ത് വരണ്ടേ, ഇതിങ്ങനെ ചുമന്ന് വരണമെന്ന് പറഞ്ഞ അവസാനം നല്ല ചുമപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചുമപ്പിച്ചെടുപ്പിച്ച് ഞാനിവിടെ ഇങ്ങനെ ചൂടാറാനെ കൊണ്ട് കുറച്ചധികം നേരം നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കും. ആ സമയം കൊണ്ട് നമ്മളാണെങ്കിൽ മറന്നുപോയല്ലോ എന്താ പറയേണ്ടതെന്ന് ഇനി അടുത്തത്. അങ്ങനെ ഇതാണ്ട് വറുത്തെടുത്ത് തേങ്ങ ചിരകിയ സാധനം ഞാനിവിടെ എടുത്ത് പൊക്കി കാണിക്കുന്നുണ്ട്, എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആറി വന്നപ്പോഴത്തേക്കിനും ഞാനിതൊരു ജാറിനകത്തേക്ക് എടുക്കുന്നു. അതിനകത്തിരിക്കുന്ന തേങ്ങ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തിരുമ്മി കഴിഞ്ഞപ്പോൾ ഇത് കുറച്ച് വലുതും ചെറുതും ഒക്കെ ആയിട്ടിരുന്നു. അത് ഞാനൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചതിന് ശേഷമാണ് വറക്കാനെ കൊണ്ട് എടുത്തിട്ടത്. അന്നേരമാണ് ഇത് പെട്ടെന്ന് വറുത്ത് കിട്ടിയത് കേട്ടോ. അങ്ങനെ അതിന് ശേഷം അതേ പാനിൽ തന്നെ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളിയും പാവയ്ക്കയും എല്ലാം കൂടി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് വഴറ്റിയെടുക്കണം. അപ്പോൾ അമ്മ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം നീ ഉള്ളി ഇട്, അതിന് ശേഷം പാവയ്ക്ക ഇടുന്നു. പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാണ്, ഞാൻ എല്ലാം കൂടെ അങ്ങ് ഇട്ട് പോയി കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. അങ്ങനെ ദാണ്ടെല്ലാം റെഡിയാക്കി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇട്ട് കൊടുത്ത് പല പല കാര്യങ്ങളാട്ടോ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പറയുന്നത്. അതുകൊണ്ട് എനിക്കങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനെ കൊണ്ട് പറ്റുന്നതേ ഇല്ല. എന്തായാലും ഞാൻ പിന്നെ എല്ലാവരും അവസാനം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞവരെല്ലാം ഓടിച്ചു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഇതിങ്ങനെ വഴറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അങ്ങനെ വഴറ്റി കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് എണ്ണയൊക്കെ ഒഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെക്കും കേട്ടോ. അങ്ങനെ ഞാൻ വെളിയിൽ പോയി പറിച്ചുകൊണ്ട് വന്ന കറിവേപ്പില കേട്ടോ. അപ്പോൾ വെക്കാനൊക്കെ കൊണ്ട് അന്നേരം ഒരു കയ്യിൽ ക്യാമറ അത് ഇതൊക്കെ ആയതുകൊണ്ടാണ് താഴോട്ട് വെച്ചത്. അങ്ങനെ ഈ കറിവേപ്പില ഇടാത്തൊരു സമാധാനം കിട്ടാത്തത് കാരണം ഞാൻ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് ഇങ്ങനെ കൂടി ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ എപ്പോഴും അങ്ങ് ഇളക്കാണ്ട് അതിനെ വേവാൻ സമ്മതിക്കാണ്ടിരിക്കാതെ അത് കുറച്ച് നേരം അടച്ചു വെക്കാനെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് കരുതി നമ്മൾ അപ്പുറത്ത് അടുപ്പിലിരിക്കുന്നത് കപ്പ കേട്ടോ. കപ്പ പുഴുങ്ങാൻ വെച്ചേക്കുക. അങ്ങനെ അതാണ്ട് ഞാൻ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് അതങ്ങ് സെറ്റാക്കി എടുക്കുക കേട്ടോ. അങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് നേരം എല്ലാവരുടെ അഭ്യർത്ഥന പ്രകാരം ഞാൻ കുറച്ച് നേരം മൂടി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എനിക്ക് ഇതിങ്ങനെ വെയിറ്റ് ചെയ്യാൻ ഭയങ്കര പാടാട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് പെട്ടെന്ന് അങ്ങ് ചെയ്ത് കിട്ടാനെ കൊണ്ടുള്ളൊരു ഇതങ്ങനെ ക്ഷമ അങ്ങനെ വളരെ കുറവാണ്. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ അതിൻ്റെ മൂട്ടിലിങ്ങനെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇരുന്നു. അങ്ങനെ കുറച്ച് ആവിയൊക്കെ വന്ന് ഒരുമാതിരി ഉടഞ്ഞ പരുവത്തിലൊക്കെ ആയിട്ടുണ്ട്. വഴണ്ട് വന്ന ആ ഒരു പരുവത്തിലായിട്ടുണ്ട്. എന്നാലും അത് പോരാന്ന് പറഞ്ഞു. പിന്നെയും ഞാൻ കുറച്ച് നേരം അടച്ചു വെച്ച് ചെറിയ ഫ്ലെയിമിലെങ്കിലും ഞാൻ കാണാതൊക്കെ ഇടയ്ക്കൊക്കെ വന്നിങ്ങനെ തീയൊക്കെ ഇങ്ങനെ കൂട്ടിയിടും കേട്ടോ. പെട്ടെന്ന് അങ്ങ് മൂക്കട്ടെന്ന് കരുതി. അന്നേരം അച്ഛൻ പറഞ്ഞു, ഇത് കഴിച്ചു പോയി കഴിഞ്ഞാൽ കഴിക്കാനൊന്നും പറ്റത്തില്ല, ചുമ്മാ ഇരിക്കണേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം പിന്നെ വെയിറ്റ് ചെയ്ത് അവസാനം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ. എന്നിരുന്നാലും ഇതിൻ്റെ കയ്പിൻ്റെ ഒരു സ്മെല്ല് പോലും ഈ ഇങ്ങനെ പാത്രം ഇങ്ങനെ പൊക്കുമ്പോൾ നമ്മുടെ മൂക്കിലേക്ക് അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന തേങ്ങയുടെ വറുത്ത സാധനം എല്ലാം കൂടെ കൊണ്ട് അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ അരച്ചെടുത്തതാണ് നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന പാവയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി. അതിനുശേഷം കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ വെച്ചു. അങ്ങനെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് നേരം തിളയ്ക്കാനൊക്കെ ഉണ്ടങ്ങ് വെച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ ഞാൻ ഭയങ്കര ഇത്രയും കണ്ടപ്പോഴത്തേനും എനിക്ക് സമാധാനമായി കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീയലിൻ്റെ ലക്ഷണമൊക്കെ വന്നിട്ടുണ്ട് കാഴ്ചയിൽ. അങ്ങനെ ഞാനതെല്ലാം സെറ്റാക്കി അടുപ്പേ വെച്ചിട്ടുണ്ട്. അങ്ങനെ അടുപ്പേ വെച്ച് കുറച്ച് നേരം മൂടി വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ നിന്നതിന് ശേഷം വന്നു കേട്ടോ. എന്തായാലും ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഒരു 100 കാര്യങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാൻ പോകുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ലേറ്റായി നിൽക്കുന്നത്. അങ്ങനെ അതെല്ലാം ഒഴിച്ച് സെറ്റാക്കി. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അങ്ങനെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിനിയും റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു. ആ സമയം കൊണ്ട് കടുക് പൊട്ടിക്കണം. അങ്ങനെ കടുകൊക്കെ കടുക് പൊട്ടിക്കുന്ന കാര്യം ഞാൻ മറന്നുപോയതാട്ടോ. പിന്നെ എന്നെ ഓർമ്മിപ്പിച്ച് ഞാൻ പെട്ടെന്ന് പോയി പൊട്ടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ കടുകൊക്കെ പൊട്ടിച്ച് ഞാൻ അതാണ്ട് ഇതിൻ്റെ മേളിലേക്ക് ഇടാനെ കൊണ്ട് പോവാണ്. അങ്ങനെ കടുകൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഒരു തീയലിൻ്റെ ലക്ഷണമൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നാണ്ട് തീയൽ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം ചെയ്ത് സെറ്റാക്കി ഭയങ്കര ഗമയിലിരുന്നപ്പോഴാണ് ഒരു അഭിപ്രായം വന്നത്. അച്ഛൻ വന്ന് പൊക്കി നോക്കിയപ്പോൾ പറയാണ്, ഇതിനകത്ത് തേങ്ങാക്കൊത്ത് ഇട്ടിട്ടില്ലെന്ന് കേട്ടോ. അങ്ങനെ പിന്നെ പെട്ടെന്ന് പോയി തേങ്ങാക്കൊത്തിരുന്ന ആ ഒരു വെപ്രാളത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ വറുത്തെടുത്തിട്ട് ഞാൻ കൊണ്ടുവന്ന് ഇതിലേക്ക് ഇട്ടങ്ങ് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ്റെ പരാതിയും തീർത്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം എല്ലാം നല്ല സെറ്റാക്കി ഞാനിങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പുകഴ്ത്തി പറയല്ല, അത്യാവശ്യം വലിയ കുഴപ്പം ഇല്ലാത്ത രീതിയിലൊരു പാവയ്ക്ക തീയൽ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞ രീതിയിലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിച്ചാൽ മാത്രം മതി കേട്ടോ.